സോ നെക്സ്റ്റ് നമ്മൾ കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പലപ്പോഴും 10 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൈൻഡ് ഓഫ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ ഈ യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് അസസ്മെന്റ് ടൂൾ ഫോർ എഫക്റ്റീവ് ഡൊമൈൻ. അപ്പൊ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ ഒരു ലേണിംഗ് പ്രോസസ്സിനെ 3 ഡൊമൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാ 3 ഡൊമൈൻ? കോഗ്നിറ്റീവ് ഡൊമൈൻ, എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഓക്കെ, സോ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നമ്മുടെ ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടതും അതിന്റെ ഇവാലുവേഷനും ഒക്കെയാണ് ഈ കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ അച്ചീവ്മെന്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റും ഒക്കെ ചെയ്തത് അല്ലെ. എന്നാൽ അവിടെ നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കണ്ടത് നമുക്ക് ഏത് ഡൊമൈനിൽ എഴുതാം? അത് സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? മൈൻഡ് റിലേറ്റഡ് ആയി. മൈൻഡ് റിലേറ്റഡ് ഏതിലാ വരുന്നത്? അഫക്റ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. ഓക്കെ, സോ കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ടും എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? മൈൻഡ് റിലേറ്റഡ് ആയിട്ടുമുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് എന്താ എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കിപ്പം എഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ പലപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഡൊമൈൻ ആണ് എന്ത്? എഫക്റ്റീവ്. നമ്മളെപ്പോഴും എവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ് അല്ലെ. പക്ഷേ എഫക്റ്റീവ് ഡൊമൈന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ എന്താണ്? വളരെയധികം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ എഫക്റ്റീവ് ഡൊമൈനെ എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ് ഡൊമൈനിൽ എന്തൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെ, മോട്ടിവേഷൻ എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? എഫക്റ്റീവ് ഡൊമൈനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദിസ് ഡൊമൈൻ ഫീച്ചേഴ്സ് ഓൺ how we handle all things related to emotions such as feelings, values, appreciation, motivation and attitudes. Okay, so ഇവിടെ വരുന്ന എന്താണ്? തിങ്സ് റിലേറ്റഡ് ടു ഇമോഷൻ ആണ് വരുന്നത്. എഫക്റ്റീവ് ഡൊമൈൻ ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു നമ്മുടെ എഫക്റ്റീവ് ഡൊമൈൻ വരുന്നത്? ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക? റിസീവിംഗ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ്. ഇതാണ് നമ്മുടെ ഒരു ഓർഡർ വരുന്നത്. സോ റിസീവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇപ്പം വി ആർ റെഡി ടു റിസീവ് ദ ഇൻഫർമേഷൻ അല്ലെ. അപ്പൊ ഇൻ കേസ് റിസീവിംഗിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി അത് കേൾക്കാൻ റെഡിയാവാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മൂവി കാണുകയാണ്. അതൊക്കെ എന്താണ്? റിസീവിംഗ് മോഡാണ്. ഓക്കെ, റിസീവ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കിപ്പോ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അവരെന്ത് ചെയ്യുന്നുണ്ടാവും? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം അതിനെ കുറിച്ച് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ അയച്ചു നോക്കിയാൽ ഇപ്പം നമ്മൾ ഒരു മൂവി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാ കുട്ടികളും ആൻസർ പറയില്ലല്ലോ, ചിലർ ആൻസർ പറയും. എന്തുകൊണ്ടാ? അവര് റെസ്പോണ്ടിങ് മോഡിൽ വന്നു. കാരണം അവര് ഈ ഒരു കാര്യം റിസീവ് ചെയ്ത്, അതായത് ടീച്ചർ പറയുന്ന ലെക്ചർ റിസീവ് ചെയ്തിട്ട് അവർക്ക് ആ ലെക്ചറിൽ എന്ത് വന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരവിടെ വില്ലിംഗ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആവാണ് അല്ലെ. അപ്പൊ അവിടെ വോളണ്ടറി പാർട്ടിസിപ്പേഷൻ വരികയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അവരെന്താ ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവരതിനെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റെസ്പോണ്ടിങ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സ്റ്റേജ് ആണ് എന്ത്? വാല്യൂയിങ്. വാല്യൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസീവ് ചെയ്തു, റെസ്പോണ്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരികയാണ്. നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയി ആ ഒരു കാര്യം കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാൻ. ഓക്കെ, സോ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അറിയുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? valuing എന്ന് പറയുന്നത്. Okay, so we are motivated to invest. So we choose to behave in a certain way frequently, begins to identify with the behavior and commit to it. ഓക്കെ, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ കേട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്ത ഒരു കാര്യം നമ്മൾ എന്തായി? ആ കാര്യത്തിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് അത് നമ്മുടെ ബിഹേവിയറിൽ സ്ലൈറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ ആദ്യം സ്ലൈറ്റ് ചേഞ്ചസ് കൊണ്ടുവന്നു എന്ന് വെച്ചോ, അത് പിന്നെ എന്താവാണ്? പയ്യെ പയ്യെ അത് സിസ്റ്റമാറ്റിക് ആവുകയാണ്. Okay, organizing means values are becoming systematic and they can compare and contrast values and choices, begins to order and prioritize values, chooses to commit to certain values and behaviors. Okay, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് ആ പഠിച്ച് കേട്ട കാര്യം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാല്യൂ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ്. മീൻസ് അത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ ഇന്റേണലി തന്നെ എംബഡഡ് ആയി. ഓക്കെ, അത് നമ്മുടെ ക്യാരക്ടറിന്റെ തന്നെ ഭാഗമായി നമ്മുടെ പേഴ്സണൽ ബിഹേവിയറിന്റെ ഭാഗമാവുന്നതാണ് എന്ത്? ആ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്? അഫക്റ്റീവ് ഡൊമൈൻ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ഇൻ ആർ അഫക്റ്റീവ് ഡൊമൈൻ. ഓക്കെ, ഇനി അഫക്റ്റീവ് ഡൊമൈൻ ഈ ഒരു കാര്യത്തെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ
ചെയ്യാൻ നമുക്ക് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട് അഫക്റ്റീവ് ഡൊമൈനില്? നമ്മുടെ മൈൻഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഫക്റ്റീവ് ഡൊമൈനിലാണ് വരുന്നത്. അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ എടുത്തു പറയുന്നത് ഇവിടെ. ഒന്ന് ആറ്റിറ്റ്യൂഡ്, 2 മോട്ടിവേഷൻ, 3 ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ട്? ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ഉണ്ട്, മോട്ടിവേഷണൽ സ്കെയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻവെന്ററീസും ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ അഫക്റ്റീവ് ഡൊമൈനിന്റെ ടൂൾസ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഈ 3ലും നമുക്ക് ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് കാണാം. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് സ്കെയിൽസിൽ ബേസിക്കലി നമുക്ക് കാണാനുള്ളത് 2 തരം സ്കെയിൽസ് ആണ്. അതായത് 2 ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ് ആണ്. വൺ ഇസ് Thurston scale and second one is Likert scale. Okay,